ഹായ് ഫ്രണ്ട്സ്, SBS ടോക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. കേരള കായലുകളെ കുറിച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റാണിത്. നമ്മൾ ഇതുവരെ കായലുകളെ കുറിച്ച് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റാണ്. കമ്പൈൻഡ് ആയിട്ടുള്ളൊരു മോക്ക് ടെസ്റ്റാണിത്. ഈ മോക്ക് ടെസ്റ്റ് 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുക. ഒരു പാർട്ടിൽ ഒരു 20 ക്വസ്റ്റ്യൻസും മറ്റതിലൊരു 15 ക്വസ്റ്റ്യൻസ് ആണ് വരിക. സോ ഫ്രണ്ട്സ്, ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, ആൻസേഴ്സ് അതിൽ നോട്ട് ചെയ്യുക. മോക്ക് ടെസ്റ്റ് പാർട്ട് 1. ക്വസ്റ്റ്യൻ നമ്പർ 1. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായലേത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയും ജനസാന്ദ്രതയും കൂടിയ ദ്വീപ് ഏതാണ്? വേമ്പനാട്ട് കായലിന്റെ നീളം എത്ര? കേരളത്തിലെ ഏറ്റവും വലിയ കായലേത്? നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലേത്? പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയെ നെഹ്റു ട്രോഫി വള്ളംകളി എന്നാക്കി മാറ്റിയ വർഷമേത്? കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലേത്? ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകമേത്? കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന തടാക തീരമേത്? 1988 പെരുമൺ തീവണ്ടി ദുരന്തം നടന്ന കായലേത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമേത്? കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തടാകമേത്? അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന അഴി ഏതാണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള തടാകമേത്? ഹൃദയത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം ഏതാണ്? കേരളത്തിന്റെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമേത്? കൊച്ചി പോർട്ട് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത്? അഷ്ടമുടി കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമേത്? വേമ്പനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമേത്? കൊച്ചി പോർട്ട് സ്ഥിതി ചെയ്യുന്ന കായലേത്? മോക്ക് ടെസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായലേത്? അഷ്ടമുടി കായൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയും ജനസാന്ദ്രതയും കൂടിയ ദ്വീപ് ഏത്? വൈപ്പിൻ ദ്വീപ്. വേമ്പനാട്ട് കായലിൻ്റെ നീളം എത്ര? 205 ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ 96 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ കായലേത്? വേമ്പനാട്ട് കായൽ. നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലേത്? അഷ്ടമുടി കായൽ. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി എന്നാക്കി മാറ്റിയ വർഷമേത്? 1969. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലേത്? അഷ്ടമുടി കായൽ. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകമേത്? പൂക്കോട് തടാകം. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന തടാക തീരം? വേമ്പനാട്ട് കായൽ. 1988 പെരുമൺ തീവണ്ടി ദുരന്തം നടന്ന കായലേത്? അഷ്ടമുടി കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമേത്? ശാസ്താംകോട്ട തടാകം. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തടാകമേത്? ശാസ്താംകോട്ട തടാകം. അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന അഴി ഏതാണ്? നീണ്ടകര അഴിയാണ്. ഇതൊരു ഫിഷിംഗ് ഹാർബറാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിലുള്ള തടാകമേത്? ശാസ്താംകോട്ട തടാകം. ഹൃദയത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകമേത്? മേപ്പാടി തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമേത്? പൂക്കോട്. കൊച്ചി പോർട്ട് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത്? വെല്ലിംഗ്ടൺ ദ്വീപ്. അഷ്ടമുടി കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമേത്? 2002. വേമ്പനാട്ടു കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമേത്?
2002. കൊച്ചി പോർട്ട് സ്ഥിതി ചെയ്യുന്ന കായലേത്? വേമ്പനാട്ട് കായൽ. മോക്ക് ടെസ്റ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ഈ വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്യുക. ഫുൾ മാർക്ക് കിട്ടുന്നവരെ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യുക. താങ്ക്